ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ 2021 മാർച്ചിൽ നടന്ന മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതായത് ക്വസ്റ്റ്യൻ ഫ്രം 38 to 41 ക്യാരീസ് 8 സ്കോർസ് ഈച്ച്. എസ് ക്വസ്റ്റ്യൻ ആണുള്ളത്. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഫൈനൽ എക്സാമിനും. അപ്പോൾ അതിൽ ഫസ്റ്റ് 38th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഫോർ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം എന്ന ചോദ്യമാണ്. ഇത് ഞാൻ നാഷണൽ ഇൻകം കാൽക്കുലേഷനായിട്ട് തന്നെ 8 മാർക്സ് ഇൻ 8 minutes എന്ന് പറഞ്ഞിട്ട് ഞാനത് യൂട്യൂബിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കുറച്ച് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ തലേന്നാണ് ഞാനത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് നോക്കാം നിങ്ങൾക്ക്. അടുത്തത് ലിസ്റ്റ് ദ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടൂൾസ് യൂസ്ഡ് ഫോർ കൺട്രോൾ ദ എക്സ്റ്റെൻറ്റ് ഓഫ് മണി സപ്ലൈ. എക്സ്പ്ലെയിൻ എനി 2 ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതും എസ് ക്വസ്റ്റ്യനായിട്ട് ഇപ്രാവശ്യവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മളെ ഓരോ രാജ്യത്തിൻ്റെയും അവിടുത്തെ സെൻട്രൽ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ്, ഒരു ഡ്യൂട്ടിയാണ് ആ രാജ്യത്തിലുള്ള മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഫങ്ഷൻ ഓഫ് എ സെൻട്രൽ ബാങ്ക് ആണ് ടു കൺട്രോൾ മണി സപ്ലൈ. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് മണി സപ്ലൈ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ റിസർവ് ബാങ്ക് യൂസസ് quantitative and qualitative tools for making necessary changes in money supply. Under quantitative controls, the RBI uses tools like CRR, policy rates like repo and reverse repo, and open market operations to make necessary changes in money supply. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് കൺട്രോൾ മെഷേഴ്സ് ആണ് നോക്കുക. മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനുള്ള ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ആണ് CRR, റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഇത് ഇനി ക്വാളിറ്റേറ്റീവ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് RBI uses its power as the central bank to persuade commercial banks to make necessary changes in lending, thereby regulating the money supply. This is called moral suasion. Moral suasion ആണ് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ്. മോറൽ സുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ ബാങ്ക് അതിൻ്റെ അധികാരം ഉപയോഗിച്ച് സെൻട്രൽ ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ, നാഷണലൈസ്ഡ് ബാങ്ക്സിൻ്റെ മീറ്റിങ്ങുകൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പോൾ അതിൽ വെച്ചിട്ട് ഇവരുടെ പോളിസി, സെൻട്രൽ ബാങ്കിൻ്റെ പോളിസി എന്താണ്, ലെൻഡിങ് പോളിസി, ബോറോയിങ് പോളിസി, ഇതൊക്കെ എന്താണെന്ന് പറയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ മറ്റ് ബാങ്കുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഇത്തരത്തിൽ മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ മോറൽ സുവേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓരോന്നായിട്ട് പറയുകയാണ്. എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ, അതെങ്ങനെയാണ് മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, an important instrument to control money supply is cash reserve ratio. Bringing about suitable changes in the CRR, money supply can be controlled. അപ്പോൾ CRR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ബാങ്കുകൾക്ക്, കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് നിശ്ചയിക്കുന്ന ഒരു റേഷ്യോ ആണ്. അത് അതിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം ക്യാഷ് റിസർവ് ആയിട്ട് വെക്കണം. അപ്പോൾ അതിൻ്റെ റേഷ്യോ കൂട്ടിയും കുറച്ചും നമ്മൾ മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യാം. ഒരു ഇൻഫ്ലേഷൻ്റെ സമയത്താണെങ്കിൽ, അതായത് ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് കൂടുതലാണ്, എക്സസ് ഡിമാൻഡ് കൂടുതൽ വരുന്ന സമയം വിലയൊക്കെ, സാധനങ്ങളുടെ വിലയൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക, അതാണ് ഇൻഫ്ലേഷൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ആളുകളുടെ കയ്യിലുള്ള പണത്തിൻ്റെ അളവ് കുറയ്ക്കണം. അപ്പോൾ സെൻട്രൽ ബാങ്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ CRR കൂട്ടും, ക്യാഷ് റിസർവ് റേഷ്യോ കൂട്ടും. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്കിന് കടം കൊടുക്കാനുള്ള പണത്തിൻ്റെ അളവ് അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു ഭാഗമാണ് ക്യാഷായിട്ട് റിസർവ് ചെയ്ത് വെക്കേണ്ടത്, ക്യാഷ് റിസർവ് ആയിട്ട് വെക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പണം കടം കൊടുക്കാനുള്ള ആ പണത്തിൻ്റെ അളവ് കുറയും. അതുവഴി മണി സപ്ലൈ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലുള്ള, ഇക്കോണമിയിലുള്ള മണി സപ്ലൈ കുറയും. ഇനി റിസഷൻ്റെ സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ ഡിഫ്ലേഷൻ്റെ സമയത്താണെങ്കിൽ, ഡിഫ്ലേഷൻ്റെ സമയം എന്ന് പറഞ്ഞാൽ എന്താ? ആൾക്കാരുടെ കയ്യിൽ പൈസ കുറയുന്ന അവസ്ഥ. അപ്പോൾ ഡിമാൻഡ് കുറവാണ്, ഡെഫിഷ്യൻറ്റ് ഡിമാൻഡ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണെങ്കിൽ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? CRR റെഡ്യൂസ് ചെയ്യും, ക്യാഷ് റിസർവ് റേഷ്യോ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ബാങ്കുകളുടെ ലെൻഡിങ് കപ്പാസിറ്റി കൂടും, അവർക്ക് കടം കൊടുക്കാനുള്ള പൈസയുടെ അളവ് കൂടും. ഓക്കെ, അടുത്തതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിൽക്കുന്നതിനെയും വാങ്ങുന്നതിനെയും അത് RBI ആണ് ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്, ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫ്ലേഷൻ്റെ സമയത്ത് സമ്പദ് വ്യവസ്ഥയിൽ പൈസ അധികമുള്ള സമയത്ത് ആ പൈസയുടെ അളവ് കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് റിസർവ് ബാങ്ക് ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ വിൽക്കും, കമേഴ്ഷ്യൽ ബാങ്ക്സിനൊക്കെ അത് വിൽക്കും. അപ്പോൾ വിൽക്കുമ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക്സൊക്കെ അവരുടെ പൈസ എടുത്തിട്ട് നമ്മുടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വാങ്ങുകയും അതുകൊണ്ട് തന്നെ സമ്പദ് വ്യവസ്ഥയിലുള്ള മണി സപ്ലൈ കുറയുകയും ചെയ്യും. ഇനി റിസെഷൻ്റെ സമയത്താണെങ്കിലോ ഇവർ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും, ആ സെക്യൂരിറ്റീസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബൈ ബാക്ക് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഫ്രം ദ കമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ലെങ്കിൽ ഫ്രം ദ പബ്ലിക് ആ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് തിരികെ വാങ്ങും. അപ്പോൾ തിരികെ വാങ്ങുമ്പം കമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ അടുത്ത് പണത്തിൻ്റെ അളവ് കൂടുകയും അങ്ങനെ നമ്മുടെ മണി സപ്ലൈ വർദ്ധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി അത് അത്രയും അതിൽ പഠിച്ചാൽ മതി, അത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് പറയുന്നത് എന്താണ് റിപ്പോ റേറ്റ്, എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ആദ്യം പണ്ട് നമ്മൾ ബാങ്ക് റേറ്റിനായിരുന്നു പറയാറുണ്ടായിരുന്നത്. അതെന്താ, സെൻട്രൽ ബാങ്കിൻ്റെ അടുത്തുനിന്ന് സെൻട്രൽ ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്ക്സിന് പണം കടം കൊടുക്കുന്ന റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുക. അപ്പോൾ ആ ബാങ്ക് റേറ്റ് അനുസരിച്ചിട്ടാണ് കമേഴ്ഷ്യൽ ബാങ്ക്സ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കുക. ഇപ്പം അത് നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് പോളിസി റേറ്റ്സ് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റുമാണ്. ദ റിപ്പോ റേറ്റ് is the rate at which RBI lends to commercial banks. RBI നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്ക്സിന് പൈസ കൊടുക്കുന്ന റേറ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് കമേഴ്ഷ്യൽ ബാങ്ക്സ് പാർക്ക് ദെയർ എക്സസ് ക്യാഷ് വിത്ത് RBI. കമേഴ്ഷ്യൽ ബാങ്ക്സ് അവരുടെ കയ്യിലുള്ള അധികമുള്ള പണം RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിവേഴ്സ് റിപ്പോ റേറ്റ്. അപ്പോൾ നമ്മൾ ഇൻഫ്ലേഷൻ്റെ സമയത്ത് എന്താ ചെയ്യുക, ഈ റിപ്പോ റേറ്റ് കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ റിപ്പോ റേറ്റ് കൂട്ടുന്ന സമയത്ത് കമേഴ്ഷ്യൽ ബാങ്ക് RBIയിൽ നിന്നും കടം വാങ്ങാൻ അവർക്കൊരു മടിയുണ്ടാവും. അത് മാത്രമല്ല കമേഴ്ഷ്യൽ ബാങ്ക് റിപ്പോ റേറ്റ് കൂടുന്നതിനനുസരിച്ച് കമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ പലിശ നിരക്കും വർദ്ധിക്കും. അപ്പോൾ അവരുടെ പലിശ നിരക്ക് വർദ്ധിക്കുമ്പോൾ കടം വാങ്ങാനിരിക്കുന്ന ആളുകൾ, നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിന്നും പൈസ ലോൺ എടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, അവർ ഇപ്പോൾ തൽക്കാലം ലോൺ എടുക്കണ്ടെന്ന് തീരുമാനിക്കും. അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഇരിക്കുന്ന ആൾക്കാർ ആ സമയത്ത് അവർ കയ്യിൽ പൈസ അധികമുള്ള ആളുകൾ ബാങ്കിൻ്റെ പലിശ നിരക്കൊക്കെ വർദ്ധിക്കുന്നത് കാണുമ്പോൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ രണ്ട് തരത്തിൽ ഇത് ഇൻഫ്ലേഷൻ്റെ സമയത്ത് നമ്മുടെ റിപ്പോ റേറ്റ് കൂടുന്നത് രണ്ട് തരത്തിൽ സമ്പദ് വ്യവസ്ഥയിൽ സഹായകമാകും. അതായത് ഒന്നാമത്തത് ആൾക്കാർ ലോൺ എടുക്കാനുള്ളവർ ലോൺ എടുക്കുന്നത് കുറയ്ക്കും. ഡെപ്പോസിറ്റ് ചെയ്യാൻ കയ്യിൽ അധികമായി പണമുള്ളവർ അവർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ സമ്പദ് വ്യവസ്ഥയിലുള്ള എക്സസ് ക്യാഷ്, അധികമുള്ള ക്യാഷ് എങ്ങോട്ടേക്ക് എത്തും, റിസർവ് ബാങ്കിലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്ക്സിലേക്കൊക്കെ എത്തിച്ചേരും. ഇനി റിസഷൻ്റെയോ ഡിഫ്ലേഷൻ്റെയോ സമയത്ത് എന്താ ചെയ്യുക, റിപ്പോ റേറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുക. റിപ്പോ റേറ്റ് കുറയ്ക്കുമ്പോൾ നാച്ചുറലി കമേഴ്ഷ്യൽ ബാങ്ക്സ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും. അപ്പം ഇപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആൾക്കാർ ലോണൊക്കെ എടുക്കും. ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ആൾക്കാർ അവർ വിചാരിക്കും ഇത്രയും കുറഞ്ഞ ഇൻട്രസ്റ്റ് എന്തിനാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഞങ്ങളുടെ കൺസംഷൻ ഇപ്പം നടത്താം എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഈ ടേബിളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. റിപ്പോ റേറ്റും CRRും SLRും ഒക്കെ, റിപ്പോ റേറ്റും CRRും SLRും എല്ലാം ഇൻഫ്ലേഷൻ്റെ സമയത്ത് കൂടുകയും ഡിഫ്ലേഷൻ്റെ സമയത്ത് കുറയുകയാണ് ചെയ്യുന്നത്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഇൻഫ്ലേഷൻ്റെ സമയത്ത് സെൽ സെക്യൂരിറ്റീസ്, ഡിഫ്ലേഷൻ്റെ സമയത്ത് ബൈ സെക്യൂരിറ്റീസ്. ഇതിൽ SLR എന്താന്ന് പറഞ്ഞിട്ടില്ല, അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. SLR എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നാണ്. അതായത് നമ്മുടെ
റിസർവ് ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്ക്സിന് നിർദ്ദേശം കൊടുക്കും. അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം എന്തായിട്ട് സൂക്ഷിക്കണം, ഒരു നിശ്ചിത ശതമാനം ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിട്ട് എപ്പോഴും മാറാൻ പറ്റുന്ന ലിക്വിഡ് അസറ്റ്സ് ആയിട്ട് സൂക്ഷിക്കണം എന്ന് നിർദ്ദേശം കൊടുക്കും. ആ റേറ്റിനെയാണ് എന്ത് പറയുന്നത്, SLR എന്ന് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതും ഇൻഫ്ലേഷൻ്റെ സമയത്ത് നമ്മൾ ഇൻക്രീസ് ചെയ്യും, ഡിഫ്ലേഷൻ്റെ സമയത്ത് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഈ ടേബിളും നന്നായിട്ട് പഠിച്ചേക്കുക. ഈ ടേബിൾ മാത്രം പഠിച്ചെഴുതിയാലും നിങ്ങൾക്ക് അവിടെ മിനിമം മാർക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ 39th ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ അടുത്തത് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഈ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഈ ക്വസ്റ്റ്യനും ഇതും നമ്മൾ വളരെ വ്യക്തമായിട്ട് മൈക്രോ തേർഡ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. essay ക്വസ്റ്റ്യനാണ്, എപ്പോഴും വരുന്നതാണ്. അപ്പോൾ എന്താണ് നമ്മളുടെ അവിടെ പിന്നെ ഔട്ട്പുട്ടും തന്നിട്ടുണ്ട്, TFCയും തന്നിട്ടുണ്ട്, TCയും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്തൊക്കെ കാണണം, TVC കാണണം, ABC കാണണം, SMC കാണണം. ഇതാണ് നമ്മളുടെ പിന്നെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ, ഇത് ഓരോന്നും എന്താണെന്ന് പറയണം. ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്, കാൽക്കുലേറ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ഫ്രം ദ ഫോളോയിങ് ടേബിൾ. അപ്പോൾ ഈ ടേബിൾ വളരെ കൃത്യമായിട്ട് ഇതിന് കുറേ മുമ്പുള്ള ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് 0 തൊട്ടിട്ട് 6 വരെയുണ്ട്. TFC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിലും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവും, അത് ഫിക്സ്ഡ് ആയിരിക്കും. അതിൻ്റെ കർവിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, എക്സ് ആക്സിസിന് പാരലായിട്ടായിരിക്കും. ആ കർവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പിന്നെ TCയും തന്നിട്ടുണ്ട്. ഇത് രണ്ടും തന്നാൽ TVC കാണാൻ എന്താ ചെയ്യുക, TVC is equal to TC minus TFC. അപ്പോൾ 10 minus 10 is equal to 0, 18 minus 10 is equal to 8, 24 minus 10 is equal to 14, 29 minus 10 19, 35 minus 10 25, 43 minus 10 33. ഓക്കെ, അപ്പോൾ നമുക്ക് TVC കിട്ടി. ഇനി ഫിഫ്ത്ത് കോളം ABC. എന്താണ് ABC എന്ന് പറഞ്ഞാൽ, ടോട്ടൽ വേരിയബിൾ യൂണിറ്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ABC. അപ്പോൾ വാട്ട് ഈസ് മെന്റ് ബൈ ABC? ABC is the വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ സീറോനെ കൊണ്ട് ഒന്നിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ 0 അടിയിൽ വരുന്നിടത്തിൽ നമ്മളങ്ങ് ഡാഷ് ഇട്ട് വെച്ചേക്കുക. അപ്പോൾ അടുത്തത് എന്താണ്, TVC/Q. TVC 8/1 8, അടുത്തത് 14/2 7, അടുത്തത് 19/3 6.33. ഇനി ABC കാണാനാണ് TVC/Q ആണ് ചെയ്യേണ്ടത്. അടുത്ത 25/4 6.25, 33/5 6.6, 43/6 7.1. അങ്ങനെ ABC കണ്ടു. ഇനി അടുത്തത് SMC, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ആണ്. മാർജിനൽ കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അതായത് TCN minus TCN minus 1, അതിൻ്റെ മുകളിലുള്ളത് ടോട്ടൽ കോസ്റ്റ് എന്താന്ന് നോക്കുക. ടോട്ടൽ കോസ്റ്റിൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് മൈനസ് ചെയ്യുക. അപ്പോൾ 0ൻ്റെ നേരെയുള്ള SMC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ 0ൻ്റെ നേരെ 10 തന്നെയാണ്. അപ്പോൾ അത് അവിടെ അവിടെ ഞാൻ 10 ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ ഡാഷ് ഇട്ട് വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് 1ൻ്റെ നേരെ ടോട്ടൽ കോസ്റ്റ് 18 ആണ്. 18 minus 10 8, അടുത്ത 24 minus 18 6, 29 minus 24 3ൻ്റെ നേരെ തേർഡ് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിൻ്റെ നേരെ 29 ആണ് ടോട്ടൽ കോസ്റ്റ്. അതിൽ നിന്നും അതിൻ്റെ തൊട്ട് മുകളിലുള്ള ടോട്ടൽ കോസ്റ്റ് എത്രയാണ്, 24 മൈനസ് ചെയ്യാം, അത് 5. അടുത്ത ഫോർത്ത് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിൻ്റെ നേരെ 35 ആണ്. 35ൻ്റെ നേരെ നിന്ന് 29 ടോട്ടൽ കോസ്റ്റ് 29, തേർഡ് യൂണിറ്റിൻ്റെ 29, 35 മൈനസ് 29 is equal to 6. അടുത്ത ഫിഫ്ത്ത് യൂണിറ്റിൻ്റെ നേരെയുള്ള TC എന്ന് പറഞ്ഞാൽ 43 ആണ്. 43 മൈനസ് ഫോർത്ത് യൂണിറ്റിൻ്റെ നേരെയുള്ള TC, ദാറ്റ് ഈസ് 35. 43 മൈനസ് 35 is equal to 8. അടുത്തത് സിക്സ്ത്തിൻ്റെയാണ്. സിക്സ്ത്തിൻ്റെ
53 മൈനസ് 43 ഈക്വൽ ടു 10. അപ്പോൾ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും കിട്ടി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതിലിനിപ്പോൾ ഒരു AFCയും കൂടി ഉണ്ട്. AFC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിനെയാണ് AFC എന്ന് പറയുക. അതെങ്ങനെയാണ് കാണുക, TFC ബൈ Q. ഇപ്പം നമ്മൾ AVC കണ്ടില്ലേ, അതേപോലെ തന്നെ TFC ബൈ Q ചെയ്താൽ AFC കിട്ടും. എന്നിട്ട് ഈ കേർവ്സ് ഒക്കെ വരയ്ക്കാനും കൂടി ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്കൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയോ ഏതെങ്കിലും രീതിയിൽ ചോദിക്കാം. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഇത് വെച്ച് കണ്ടിട്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കുറേ ബാക്കിലേക്ക് നമ്മൾ 3rd ചാപ്റ്ററിൽ അത് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ഗ്രൂപ്പുകളിലേക്ക് ഇട്ട് തരുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്ന ഒരു വീഡിയോ ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇതും പറഞ്ഞു തന്നത് തന്നെയാണ്, പക്ഷെ ഞാനൊന്നും കൂടി പറയാം. ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൺ ബിലോ. ഒരു ബഡ്ജറ്റ് ലൈനിൻ്റെ ഡയഗ്രാമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ബഡ്ജറ്റ് ലൈനാണെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായത്, ഇപ്പുറത്തെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് M/P1 എന്നും തന്നിട്ടുണ്ട്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് M/P2 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മനസ്സിലായി, ഇത് ബഡ്ജറ്റ് ലൈനിൻ്റെ ഇതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് ലൈനിൻ്റെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് M/P1 വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് M/P2 ആണെന്നുള്ളത്. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്താ, P1x1 + P2x2 = M. ഇതിൽ പ്രൈസൊക്കെ രണ്ട് സാധനത്തിൻ്റെയും ഓറഞ്ചിൻ്റെയും മാംഗോൻ്റെയും പ്രൈസ് തരുവാണെങ്കിൽ നമ്മൾ ആ P1 എന്നുള്ളിടത്തിൽ ഓറഞ്ചിൻ്റെ വില എഴുതണം, P2 എന്നുള്ളിടത്തിൽ മാംഗോൻ്റെ വില എഴുതിയിട്ട് = M. M എന്ന് പറഞ്ഞാൽ ഇയാളുടെ കയ്യിലുള്ള ടോട്ടൽ ബഡ്ജറ്റ് ഏതാണെന്ന് വെച്ചാൽ എത്ര പൈസ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതണം. M 100 ആണെങ്കിൽ 100 എഴുതണം. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ വൈ ദ ബഡ്ജറ്റ് ലൈൻ ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. എന്തുകൊണ്ടാണ് ബഡ്ജറ്റ് ലൈൻ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കുന്നത്? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ്, ഒരു കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റ് എന്നുള്ളത് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഗുഡ് അധികം വാങ്ങണം എന്നുണ്ടെങ്കിൽ മറ്റേ ഗുഡിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരും. ഇപ്പോൾ ഒരു കൺസ്യൂമറിന് ഓറഞ്ച് അധികം വാങ്ങണം എന്ന് വിചാരിക്കും. അപ്പോൾ ഓറഞ്ചിൻ്റെ അളവ് കൂട്ടുമ്പോൾ അയാൾ എന്ത് ചെയ്യേണ്ടി വരും, മാംഗോൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരും. അതേപോലെ മാംഗോ അധികം വാങ്ങണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഓറഞ്ചിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരും. മാംഗോയും ഓറഞ്ചും കൊണ്ട് ഈ ഫിക്സ്ഡ് ഇൻകം വെച്ചിട്ട് കൂടുതൽ വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ കേർവ് എന്തായിട്ടിരിക്കുന്നത്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട്. അപ്പോൾ ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, ഏതൊരു കേർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെങ്കിലും താഴേക്ക് ചെരിഞ്ഞതാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സ് ആക്സിസിലുള്ളത് വൈ ആക്സിസിലുള്ള രണ്ട് വേരിയബിളും ഒന്നിച്ച് കൂട്ടാൻ സാധിക്കില്ല. ഒരെണ്ണം കൂട്ടുമ്പോൾ മറ്റേത് കുറയ്ക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് ഡിസ്ക്രൈബ് ദ ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഡയഗ്രാം. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രാം വരച്ചിട്ട് ഇതിൽ ഇൻഡിഫറൻസ് കേവും കൂടി മാർക്ക് ചെയ്യണം. അപ്പോൾ ഇൻഡിഫറൻസ് കേവ് മാർക്ക് ചെയ്യുമ്പോൾ ഒരു IC1 അടി കൂടെ വരയ്ക്കണം, IC2 ബഡ്ജറ്റ് ലൈനിന് ടാൻജൻ്റ് ആയിട്ട് പോകുന്ന IC2 വരയ്ക്കണം, IC3യും വരയ്ക്കണം. എന്നിട്ട് IC1ൻ്റെ മേലെ നിങ്ങൾ 2 പോയിന്റ് മാർക്ക് ചെയ്യുക. AC എന്നുള്ളത് താഴെയായിട്ട്, ആ IC1 എന്നുള്ളത് ബഡ്ജറ്റ് ലൈനായിട്ട് കൂട്ടിമുട്ടുന്ന 2 ബിന്ദുക്കൾ AC എന്ന് അടയാളപ്പെടുത്തുക. ഇനി IC2ൻ്റെ മേലെ ബഡ്ജറ്റ് ലൈനിന് തൊട്ട് പോകുന്ന ആ ഭാഗം നമ്മൾ എന്താ അടയാളപ്പെടുത്തുക, E എന്ന് അടയാളപ്പെടുത്തുക. ഇനി IC3യിൽ നമ്മൾ ഒരു F എന്നുള്ള ബിന്ദു അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തുടങ്ങാം. എക്സ്പ്ലെയിൻ ചെയ്തു തുടങ്ങി എങ്ങനെയാണ്, ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതുക. പിന്നെ ആ ലൈനിന്, ബഡ്ജറ്റ് ലൈനിന് നമ്മൾ മുകളിൽ ഒരു B എന്നും താഴെ ഒരു L എന്നും അടയാളപ്പെടുത്തിയിട്ട് എന്നിട്ട് എഴുതുക, BL is the budget line of a consumer. IC1, IC2, IC3 etc. are the indifference curves of a consumer. അത് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയാം, the consumer does not buy A and C because even though they are on the budget line they give less satisfaction. അത് IC1 എന്നുള്ള താഴ്ന്ന ഇൻഡിഫറൻസ് കേർവിലായതുകൊണ്ട് കൺസ്യൂമറിന് കുറഞ്ഞ സംതൃപ്തി മാത്രമേ നൽകുന്നുള്ളൂ. അതുകൊണ്ട് അതൊരിക്കലും AC എന്നീ ബിന്ദുക്കൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കൺസ്യൂമർ ചൂസ് ചെയ്യുന്നില്ല. പിന്നെ IC3ൻ്റെ മേലെയുള്ള F എന്നുള്ള
എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പോയിന്റായിട്ട് എഴുതുക, ദ കൺസ്യൂമർ വിൽ നോട്ട് ചൂസ്, ദ കൺസ്യൂമർ വാണ്ട്സ് ടു ചൂസ് ദ കോമ്പിനേഷൻ എഫ് ബിക്കോസ് ഇറ്റ് ഗിവ്സ് മോർ സാറ്റിസ്ഫാക്ഷൻ. IC3യിലുള്ള എഫ് എന്നുള്ള പോയിന്റ് വാങ്ങാൻ അയാൾക്ക് ആഗ്രഹമുണ്ട്, കാരണം കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ അയാൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എന്താണ്, അയാൾക്ക് അതിനുള്ള ഹി കാണ്ട് അഫോർഡ് ഇറ്റ്, അയാൾക്ക് അതിനുള്ള ഇൻകം ഇല്ല, അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതും വാങ്ങാൻ പറ്റില്ല. പിന്നെ ഏതാണ് വാങ്ങാൻ പറ്റുക, ഇ എന്നുള്ള ബിന്ദു. അവിടെ എന്താ പ്രത്യേകത, IC2 ഈസ് ടാൻജന്റ്, ബഡ്ജറ്റ് ലൈൻ ഈസ് ടാൻജന്റ് ടു ദ ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവ് വിച്ച് ഹി ക്യാൻ ഗെറ്റ്. ബഡ്ജറ്റ് ലൈൻ IC2ന് ടാൻജന്റ് ആയിട്ടിരിക്കുന്ന പോയിന്റ് ഇ ആണ് കൺസ്യൂമർ ചൂസ് ചെയ്യുക. കാരണം അയാളുടെ വരുമാനം വെച്ച് അയാൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും കൂടിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ആ പോയിന്റിലാണ്. അതാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. അറ്റ് ദിസ് പോയിന്റ് ദ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ആൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ് ഈസ് സെയിം. ബഡ്ജറ്റ് ലൈനിൻ്റെ ചെരുവും ഇൻഡിഫറൻസ് കർവിൻ്റെ ചെരുവും തുല്യമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇത് എസ്സേ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരുന്നുള്ള ചോദ്യമാണ്. ഒന്നും കൂടി വ്യക്തമായിട്ട് കാണണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിലേക്ക് നോക്കുക. അവിടെ ആദ്യത്തെ ആദ്യത്തെ 3 ചാപ്റ്ററും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൈക്രോ എക്കണോമിക്സിലുള്ള 3 ചാപ്റ്ററും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ കൺസ്യൂമേഴ്സ് ഓപ്റ്റിമം എന്നുള്ള ഇത് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് ഞാൻ 24 മാർക്കിൻ്റെ ചോദ്യമാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ.